എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC ഇന്ന് 7 ഓഗസ്റ്റ് 2024 നടത്തിയ സീമാൻ പരീക്ഷയുടെ പ്രൊഫഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 104/2024. നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരങ്ങളൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിലാണ്. മൗലികാവകാശങ്ങൾ 6 എണ്ണമുണ്ട്. ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ഇന്ത്യൻ ഭരണഘടന സംബന്ധിച്ച് പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഓപ്ഷൻ ബി. 1, 2, 4 പ്രസ്താവനകളാണ് ശരിയായ പ്രസ്താവനകൾ. ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ജവഹർലാൽ നെഹ്റുവാണ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് പറയുന്നതിൽ ഏത് അവകാശത്തെയാണ്? ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഓപ്ഷൻ സി. ഭരണഘടനാപരമായി പരിഹാരം കാണാനുള്ള അവകാശത്തെയാണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ്? ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് ഓപ്ഷൻ ഡി 1949 നവംബർ 26. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആരാണ്? നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്ത വർഷം? ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് ഓപ്ഷൻ സി 1951. ഇന്ത്യയുടെ 1-ാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? ആദ്യത്തെ രക്തസാക്ഷി ഝാൻസി റാണിയായിരുന്നു. ഡൽഹിയിൽ കലാപം നയിച്ചത് ബഹദൂർ ഷാ രണ്ടാമനാണ്. ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിൻ്റെ യഥാർത്ഥ ശക്തി. ഇന്ത്യയുടെ 1-ാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി 1 മാത്രമാണ് ശരിയല്ലാത്തത്. മംഗൾ പാണ്ഡെ ആയിരുന്നു ആദ്യത്തെ രക്തസാക്ഷി. സാരേ ജഹാം സെ അച്ഛ എന്ന ഗാനം രചിച്ചത് ആരാണ്? സാരേ ജഹാം സെ അച്ഛ എന്ന ഗാനം രചിച്ചത് ഓപ്ഷൻ ബി മുഹമ്മദ് ഇക്ബാൽ. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയല്ലാത്തത് ഏത്? ഗാന്ധിജി 2-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഗാന്ധിജി 5 തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്. മഹാത്മാ എന്ന് ഗാന്ധിജിയെ ആദ്യമായി വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഗാന്ധിജി അവസാനം കേരളത്തിൽ വന്നത് പയ്യന്നൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. ഗാന്ധിയുമായി ബന്ധപ്പെട്ട് പറയുന്നതിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ സി 4 മാത്രമാണ് ഗാന്ധിജിയുമായി സംബന്ധിച്ച് ശരിയല്ലാത്തത്. 1937 ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഗാന്ധിജി അവസാനം കേരളത്തിൽ വന്നത്. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആര്? ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ഓപ്ഷൻ ബി രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്ന് തിരഞ്ഞെടുക്കുക. സാരനാഥിലെ അശോകസ്തംഭത്തിൽ നിന്ന് എടുത്തതാണ് ദേശീയ മുദ്ര. അശോകചക്രത്തിൽ 21 അരക്കാലുകളുണ്ട്. 1947 ഇന്നത്തെ ത്രിവർണ്ണ പതാക സ്വീകരിച്ചത്. ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്ന് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ. അശോകചക്രത്തിൽ 24 അരക്കാലുകളാണ് ഉള്ളത്. കുണ്ടറ വിളംബരം നടന്നത് എന്ന്? കുണ്ടറ വിളംബരം നടന്നത് ഓപ്ഷൻ എ 1809 ജനുവരി 11. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? മലബാർ കലാപം നടന്നത് 1921. മലബാർ കലാപം അന്വേഷിച്ചത് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ്. മലബാർ കലാപത്തിന് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി 1ഉം 3ഉം പ്രസ്താവനകളാണ് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായത്. മലബാർ കലാപം അന്വേഷിച്ചത് വില്യം ലോഗൻ കമ്മീഷനാണ്. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ഓപ്ഷൻ സി ഗൗരി പാർവതിബായി. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം? ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഓപ്ഷൻ എ ആറ്റിങ്ങൽ കലാപം.
പഴശ്ശിരാജ വീരചരമം പ്രാപിച്ചത് എന്ന്? പഴശ്ശിരാജാവ് വീരചരമം പ്രാപിച്ചത് എന്നാണ്? ഓപ്ഷൻ ബി 1805 നവംബർ 30. മാനവ വികസന സൂചികയുടെ പട്ടികയിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യമേത്? മാനവ വികസന സൂചികയുടെ പട്ടികയിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യം? ഓപ്ഷൻ എ സ്വിറ്റ്സർലൻഡ്. കേരളത്തിലെ ഇപ്പോൾ സാക്ഷരതാ നിരക്ക് എത്ര ശതമാനമാണ്? കേരളത്തിലിപ്പോൾ സാക്ഷരതാ നിരക്ക് എത്ര ശതമാനമാണ്? ഓപ്ഷൻ ബി 94%. സാമ്പത്തികാസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ട രാജ്യമേത്? സാമ്പത്തികാസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ട രാജ്യം? ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ. ഭക്രാനങ്കൽ ഡാം ഏത് നദിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്? ഭക്രാനങ്കൽ ഡാം ഏത് നദിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്? ഓപ്ഷൻ ബി സത്ലജ് നദി. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തിയാര്? ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി? ഓപ്ഷൻ എ ഹോമി ജഹാംഗീർ ഭാഭ. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകൾ പ്രചരിപ്പിക്കുന്നതിനായി ആരംഭിച്ച ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം? ഓപ്ഷൻ സി ന്യൂഡൽഹി. താഴെ പറയുന്നവരിൽ ആരാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രി? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രി? ഓപ്ഷൻ ഡി ജോൺ മത്തായി. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം എന്നാണ്? ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം? ഓപ്ഷൻ എ ഡിസംബർ 14. ISROയുടെ ചന്ദ്രയാൻ 3 ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? 2023 ജൂലൈ 14 സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു. 2023 ഓഗസ്റ്റ് 5 ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്തു. ISROയുടെ ചന്ദ്രയാൻ 3 ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ എല്ലാ പ്രസ്താവനകളും തന്നെ ശരിയായ പ്രസ്താവനകളാണ്. കേരളത്തിലെ ഇടനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശം. ഇടനാടിൻ്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. ഇടനാട് ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ചേർന്നതാണ്. കേരളത്തിലെ ഇടനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ ബി 2ഉം 3ഉം പ്രസ്താവനകളാണ് ഇടനാടുകളെ സംബന്ധിച്ച് ശരിയല്ലാത്തത്. കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നവയിൽ നിന്ന് ശരിയല്ലാത്തത് കണ്ടെത്തുക. തുഷാരഗിരി കോഴിക്കോട്, വാഴച്ചാൽ പത്തനംതിട്ട, ചീയപ്പാറ ഇടുക്കി, പാലരുവി കൊല്ലം. ശരിയല്ലാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ശരിയല്ലാത്തത്. വാഴച്ചാൽ തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. മത്സ്യഫെഡ് ആരംഭിച്ച വർഷം 1984. മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. ഇന്ത്യയിൽ നിന്നും ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യമാണ് മിസ് കേരള. മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനകളും തന്നെ ശരിയാണ്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ആറളം. സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ആറളം. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം വയനാട്. നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതം പെരിയാർ. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ എ 1ഉം 2ഉം പ്രസ്താവനകളാണ് വന്യജീവി സങ്കേതങ്ങളെ സംബന്ധിച്ച് ശരിയായത്. പെരിയാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കി. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം ഇരവികുളം. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി 2ഉം
4 തെറ്റായ പ്രസ്താവനകൾ. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം നാഷണൽ പാർക്കാണ്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം സൈലന്റ് വാലിയാണ്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി താഴെ തന്നിരിക്കുന്നതിൽ നിന്നും കണ്ടെത്തുക. കബനി, പാമ്പാർ, പമ്പ, പെരിയാർ. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ എ 1ഉം 2ഉം. കബനി, പാമ്പാർ. വികേന്ദ്രികാസൂത്രണ സംവിധാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ധർമ്മം ചുവടെ പറയുന്നതിൽ ഏതാണ്? പ്രാദേശിക ആവശ്യങ്ങൾ ഗ്രാമസഭയിൽ ചർച്ച ചെയ്യുക, ആവശ്യങ്ങൾ ക്രോഡീകരിച്ച് പദ്ധതികളായി സമർപ്പിക്കുക, പദ്ധതികൾ സംസ്ഥാന ആസൂത്രണ ബോർഡിന് കൈമാറുക, പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാക്രമത്തിൽ ജില്ലാതലത്തിൽ സമർപ്പിക്കുക. വികേന്ദ്രികാസൂത്രണ സംവിധാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ധർമ്മം ഓപ്ഷൻ ഡി, പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാക്രമത്തിൽ ജില്ലാതലത്തിൽ സമർപ്പിക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഓപ്ഷൻ എ ശാസ്താംകോട്ട. താഴെ പറയുന്നവയിൽ കടൽ തീരമില്ലാത്ത ജില്ല ഏത്? തൃശ്ശൂർ, കൊല്ലം, കോട്ടയം, കണ്ണൂർ. കടൽ തീരം ഇല്ലാത്ത ജില്ല ഓപ്ഷൻ സി കോട്ടയം. കക്കാട് ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? കക്കാട് ജലവൈദ്യുത പദ്ധതി ഓപ്ഷൻ സി പത്തനംതിട്ട ജില്ലയിലാണ്. ഇന്ത്യയുടെ കിഴക്കൻ തീരസമുദ്രവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനുമിടയിൽ താരതമ്യേന വീതി കുറവ്, കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു, ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. ഇന്ത്യയുടെ കിഴക്കൻ തീരസമുദ്രവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ ഡി 2ഉം 3ഉമാണ് ശരിയല്ലാത്ത പ്രസ്താവനകൾ. ഹിമാലയൻ നദികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശം, അപരധന തീവ്രത കൂടുതൽ, അപരധന തീവ്രത കുറവ്, താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശം. ഹിമാലയൻ നദികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ ബി 3ഉം 4ഉമാണ് ശരിയല്ലാത്തത്. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക. നവാഷേവ, കണ്ട്ല, ഹാൽഡിയ, വിശാഖപട്ടണം പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ ഓപ്ഷൻ എ 1ഉം 2ഉം. നവാഷേവ, കണ്ട്ല. താഴെ പറയുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വതനിരകൾ കണ്ടെത്തുക. കാരക്കോറം, ഹിമാചൽ, സസ്കർ, സിവാലിക്. ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വതനിരകൾ ഓപ്ഷൻ ബി 1ഉം 3ഉം. കാരക്കോറം, സസ്കർ. ഏത് നദിയുടെ പോഷക നദിയാണ് കബനി? ഏത് നദിയുടെ പോഷക നദിയാണ് കബനി? ഓപ്ഷൻ സി കാവേരി. 2024 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഫൈനലിൽ മത്സരിച്ച രാജ്യങ്ങൾ കണ്ടെത്തുക. ഇന്ത്യ, ഇംഗ്ലണ്ട്, ദക്ഷിണാഫ്രിക്ക, പാകിസ്ഥാൻ. 2024 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഫൈനലിൽ മത്സരിച്ച രാജ്യങ്ങൾ ഓപ്ഷൻ ഡി 1ഉം 3ഉം. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും. 2023 വയലാർ അവാർഡ് നേടിയ വ്യക്തി. 2023 വയലാർ അവാർഡ് നേടിയ വ്യക്തി ഓപ്ഷൻ എ ശ്രീകുമാരൻ തമ്പി. 18ാം ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് ആര്? 18ാം ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് ഓപ്ഷൻ സി രാഹുൽ ഗാന്ധി. 2024 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം. 2024 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഓപ്ഷൻ ബി ബ്രസീൽ. താഴെ പറയുന്നവയിൽ ഏതൊക്കെ മേഖലകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനമാണ് രാജ്യത്തിൻ്റെ ദേശീയ വരുമാനമായി കണക്കാക്കുന്നത്? കാർഷിക മേഖല, ആരോഗ്യ മേഖല, വ്യാവസായിക മേഖല, ആരോഗ്യ മേഖല, കാർഷിക മേഖല, വ്യാവസായിക മേഖല, സേവന മേഖല പറയുന്നവയിൽ ഏതൊക്കെ മേഖലകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനമാണ് രാജ്യത്തിൻ്റെ ദേശീയ വരുമാനമായി കണക്കാക്കുന്നത്? ഓപ്ഷൻ ഡി 3 മാത്രം. കാർഷിക മേഖല, വ്യാവസായിക മേഖല, സേവന മേഖല. കഥകളിയിലെ വേഷങ്ങൾ താഴെ പറയുന്നവയിൽ നിന്നും കണ്ടെത്തുക. കത്തി, കരി, താടി, താടി, മിനുക്ക്, പച്ച മിനുക്ക്. കഥകളിയിലെ വേഷങ്ങൾ പറയുന്നവയിൽ നിന്നും കണ്ടെത്തുക. ഓപ്ഷൻ സി 1ഉം 3ഉം മാത്രം.
കത്തി, കരി, താടി, പച്ച, മിനുക്ക്. കളിക്കാരുടെ എണ്ണം 11 നിശ്ചയിച്ചിട്ടുള്ളത് താഴെ പറയുന്ന ഏതൊക്കെ കളിയിലാണ്? ക്രിക്കറ്റ്, ഹോക്കി, ഫുട്ബോൾ, വോളിബോൾ, ഫുട്ബോൾ. കളിക്കാരുടെ എണ്ണം 11 നിശ്ചയിച്ചിട്ടുള്ളത് പറയുന്നതിൽ ഏതൊക്കെ കളിയിലാണ്? ഓപ്ഷൻ ബി 1ഉം 3ഉം മാത്രം. ക്രിക്കറ്റ്, ഹോക്കി, ഫുട്ബോൾ. താഴെ പറയുന്നവയിൽ മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതിയിൽ ഉൾപ്പെടാത്തത് ഏത്? ബധിരവിലാപം, രാത്രിമഴ, ഋതുവിലാസം, കൊച്ചു സീത. താഴെ പറയുന്നവയിൽ മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതിയിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ബി രാത്രിമഴ. രാത്രിമഴ രചിച്ചത് സുഗതകുമാരിയാണ്. താഴെ പറയുന്നവരിൽ അമേരിക്കൻ പ്രസിഡന്റ് പദവി വഹിക്കാത്തത് ആരാണ്? അമേരിക്കൻ പ്രസിഡന്റ് പദവി വഹിക്കാത്തത് ഓപ്ഷൻ സി 3 മാത്രം. ഹിലാരി ക്ലിൻ്റൺ. ഇന്ത്യയിലെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി പുറത്തിറക്കിയ പ്രത്യേക സ്മാരക നാണയത്തിൻ്റെ മൂല്യം എത്രയാണ്? ഇന്ത്യയിലെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി പുറത്തിറക്കിയ പ്രത്യേക സ്മാരക നാണയത്തിൻ്റെ മൂല്യം എത്രയാണ്? ഓപ്ഷൻ എ 75 രൂപ. ഇന്ത്യയുടെ പഴയ പാർലമെൻറ്റ് മന്ദിരം ഇനി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ പഴയ പാർലമെൻറ്റ് മന്ദിരം ഇനി ഏത് പേരിലാണ് അറിയപ്പെടുക? ഓപ്ഷൻ സി സംവിധാൻ സദൻ. ബെഞ്ചമിൻ നെതന്യാഹു ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്? ബെഞ്ചമിൻ നെതന്യാഹു ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്? ഓപ്ഷൻ ബി ഇസ്രായേൽ. താഴെ പറയുന്ന ആരുടെ ജന്മദിനമാണ് ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്? ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ഓപ്ഷൻ സി ആൻ ഫ്രാങ്ക്. ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ കണ്ണിയാകാൻ സാധ്യതയുള്ളത് താഴെ പറയുന്നവയിൽ ഏതാണ്? ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ കണ്ണിയാകാൻ സാധ്യതയുള്ളത് ഓപ്ഷൻ സി പുല്ല്. ചന്ദ്രശങ്കര ഏത് കാർഷിക വിളയുടെ സങ്കരയിനമാണ്? ചന്ദ്രശങ്കര. ഓപ്ഷൻ ബി തെങ്ങ്. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം? പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഓപ്ഷൻ ഡി കരൾ. വായ്പുണ്ണ് ഏത് ജീവകത്തിൻ്റെ കുറവ് കൊണ്ടാണ് ഉണ്ടാകുന്നത്? വായ്പുണ്ണ് ഓപ്ഷൻ ബി ജീവകം ബിയുടെ കുറവ് കൊണ്ട്. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡികൾ ഏത്? വന്യജീവി സങ്കേതം നീലഗിരി, ദേശീയ പാർക്ക് സൈലന്റ് വാലി, കമ്മ്യൂണിറ്റി റിസർവ് അഗസ്ത്യാർകൂടം, ബയോസ്ഫിയർ റിസർവ് കടലുണ്ടി. ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഓപ്ഷൻ ബി 2 മാത്രം ശരി. ദേശീയ പാർക്ക് സൈലന്റ് വാലി. ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് താഴെ പറയുന്ന ഏത് മേഖലയിലുള്ള വ്യക്തികൾക്കാണ് നൽകുന്നത്? ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് പറയുന്ന ഏത് മേഖലയിലുള്ള വ്യക്തികൾക്കാണ് നൽകുന്നത്? ഓപ്ഷൻ ബി ശാസ്ത്രജ്ഞർ. ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പുതിയ അവാർഡ്? ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പുതിയ അവാർഡ് ഓപ്ഷൻ എ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ. താഴെ പറയുന്നവയിൽ ആസിഡിൻ്റെ പൊതുസ്വഭാവങ്ങൾ ഏവ? ആസിഡിൻ്റെ പൊതുസ്വഭാവങ്ങൾ ഓപ്ഷൻ ഡി 1ഉം 4ഉം. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. pH മൂല്യം 7ൽ കുറവാണ്. 2 സമതല ദർപ്പണങ്ങൾ 60 ഡിഗ്രി കോണളവിൽ വെച്ചാൽ അവയ്ക്കിടയിലുണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം എത്ര? ഓപ്ഷൻ സി 5. താഴെ പറയുന്നവയിൽ സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ ബി ആസാം. ദോലന ചലനത്തിൽ പെടാത്തവ ഏതെല്ലാം? ഓപ്ഷൻ ഡി 2ഉം 4ഉം. ഫാനിലെ ദളങ്ങളുടെ ചലനം, സൈക്കിളിൻ്റെ ചക്രങ്ങളുടെ ചലനം. ഹൈഡ്രജൻ എന്ന മൂലകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ഹൈഡ്രജൻ മൂലകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഓപ്ഷൻ എ ഹെൻറി കാവൻഡിഷ്. ചന്ദ്രനിൽ അവസാനമായി കാലുകുത്തിയ ആൾ ആര്? ചന്ദ്രനിൽ അവസാനമായി കാലുകുത്തിയ ആൾ ഓപ്ഷൻ ഡി യൂജിൻ സെർനൻ. ലോക ജലദിനം എന്നാണ്? ലോക ജലദിനം ഓപ്ഷൻ എ മാർച്ച് 22. ജലദോഷമുണ്ടാക്കുന്ന രോഗകാരി? ജലദോഷമുണ്ടാക്കുന്ന രോഗകാരിയാണ് ഓപ്ഷൻ എ വൈറസ്. ഏതിനം കൊതുകുകളാണ് ഡെങ്കിപ്പനി രോഗം പരത്തുന്നത്?
ഡെങ്കിപ്പനി പരത്തുന്നത്? ഓപ്ഷൻ എ ഏഡിസ് ഇനം കൊതുകുകളാണ്. എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന വൈറസ് ഏത്? എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന വൈറസ് ഓപ്ഷൻ ബി HIV. നമ്മുടെ ശരീരത്തിലെ അഭിലഷണീയമായ രക്തസമ്മർദ്ദ നിരക്ക് എത്ര? ഓപ്ഷൻ സി 120/80 mmHg. മനുഷ്യനിലെ അസ്ഥിവ്യവസ്ഥയിൽ എത്ര അസ്ഥികൾ കാണപ്പെടുന്നു? ഓപ്ഷൻ ബി 206. പല്ലുകൾക്ക് വെളുപ്പ് നിറം നൽകുന്ന ഘടകം? പല്ലുകൾക്ക് വെളുപ്പ് നിറം നൽകുന്ന ഘടകം ഓപ്ഷൻ ഡി ഇനാമൽ. ഒരു മുതിർന്ന മനുഷ്യൻ്റെ ഹൃദയം ഒരു മിനിറ്റിൽ ശരാശരി എത്ര തവണ സ്പന്ദിക്കും? ഓപ്ഷൻ എ 72. പുകയില ഉപയോഗം കൊണ്ട് ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെടുകയും ശ്വസന പ്രതല വിസ്തീർണം കുറയുകയും ചെയ്യുന്ന രോഗമാണ്? ഓപ്ഷൻ സി ബ്രോങ്കൈറ്റിസ്. ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം അല്ലാത്തതേത്? ഓപ്ഷൻ ഡി ടൈഫോയിഡ്. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിക്ക് നൽകിയ പേരെന്ത്? ഓപ്ഷൻ ഡി മൃതസഞ്ജീവനി. ഇരവികുളം ദേശീയോദ്യാനത്തിൽ പ്രധാനമായും സംരക്ഷിക്കപ്പെടുന്നത് ഏത് ജീവിയെയാണ്? ഓപ്ഷൻ എ വരയാട്. പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതി? ഓപ്ഷൻ ബി ഹോർട്ടിക്കൾച്ചർ. പവിത്ര, അന്നപൂർണ, ഹ്രസ്വ എന്നിവ മികച്ച വിളവ് നൽകുന്ന ഏത് വിത്തിനങ്ങളാണ്? ഓപ്ഷൻ ഡി നെല്ല്. ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെയുള്ള മരുന്നുകളുടെ വില പൊതുവിപണിയിൽ നിയന്ത്രിച്ച് നിർത്തി പാവപ്പെട്ട രോഗികൾക്ക് വളരെ വില കുറച്ച് മരുന്നുകൾ ലഭ്യമാക്കാനായി കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ കീഴിൽ ആരംഭിച്ച സംവിധാനം? ഓപ്ഷൻ സി കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി. അടുത്തതായി മാത്സ് ചോദ്യങ്ങൾ. 213 എന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏത്? ഓപ്ഷൻ എ 1. 24, 15, 36 എന്നീ സംഖ്യകളുണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഏത്? ഓപ്ഷൻ സി 9720. 527.864 എന്ന ദശാംശ സംഖ്യയിൽ എത്ര 1/100 ഉണ്ട്? ഓപ്ഷൻ ഡി 6. 7/1/2 5/1/4 മടങ്ങ് എത്ര? ഓപ്ഷൻ സി 39.375. 36 × 24 864 ആയാൽ 0.036 × 2.4 സമം? ഓപ്ഷൻ ബി 0.0864. 75-ന്റെ 20% 180-ന്റെ 45% തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന തുക എന്ത്? ഓപ്ഷൻ ബി 96. 30,000 രൂപയ്ക്ക് 15% നിരക്കിൽ 2.5 വർഷത്തെ സാധാരണ പലിശ എത്ര? ഓപ്ഷൻ എ 11,250. സ്ക്വയർ റൂട്ട് ഓഫ് 0.0676 സമം 0.26 ആയാൽ 0.026 സ്ക്വയർ എത്ര? ഓപ്ഷൻ ഡി 0.0000676. 72 km/h ഈസ് ഈക്വൽ ടു ഡാഷ് മീറ്റർ/സെക്കൻഡ്. ഓപ്ഷൻ സി 20. ഒരു ബാഗ് 480 രൂപയ്ക്ക് വിറ്റപ്പോൾ 120 രൂപ നഷ്ടം വന്നുവെങ്കിൽ നഷ്ടശതമാനം എത്ര? ഓപ്ഷൻ സി 20. 1/3-നും 1/2-നും ഇടയിലുള്ള ഒരു ഭിന്നസംഖ്യ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി 5/12. 02814 ഡാഷ് 34. ഓപ്ഷൻ സി 24. ELFA GLHA ILJA ഡാഷ് MLNA. ഓപ്ഷൻ ഡി KLLA. 1985 ഡിസംബർ 25 ബുധനാഴ്ച ആയാൽ 1988 ജനുവരി 22 ഏത് ദിവസമായിരിക്കും? ഓപ്ഷൻ സി ശനി. ഇന്ത്യ രൂപ ജപ്പാൻ? ഓപ്ഷൻ എ യെൻ. കൂട്ടത്തിൽപ്പെടാത്തതേത്? ഓപ്ഷൻ ബി 36.
രാമുവിന് ക്ലാസ്സിൽ 14 റാങ്ക് ഉണ്ട്, ക്ലാസ്സിൽ 45 കുട്ടികളുണ്ട് എങ്കിൽ അവസാനത്ത് നിന്നും നോക്കിയാൽ രാമുവിൻ്റെ റാങ്ക് എത്ര? ഓപ്ഷൻ സി 32. ആദ്യത്തെ 30 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര? ഓപ്ഷൻ എ 16. 2 വർഷം മുമ്പ് അമ്മയ്ക്ക് മകൻ്റെ 4 മടങ്ങ് പ്രായമുണ്ട്. 2 വർഷം കഴിഞ്ഞാൽ അമ്മയ്ക്ക് മകൻ്റെ 3 മടങ്ങ് പ്രായമാകും എങ്കിൽ മകൻ്റെ ഇപ്പോഴത്തെ പ്രായം? ഓപ്ഷൻ ഡി 10. ഒരു കോഡ് ഭാഷയിൽ ലോട്ടസ് എന്ന വാക്കിനെ 26,437 എന്ന് എഴുതിയാൽ അതേ കോഡ് ഭാഷ ഉപയോഗിച്ച് ടൾസോ എന്നത് എങ്ങനെ എഴുതാം? ഓപ്ഷൻ സി 43,276. മേൽപ്പറഞ്ഞ ഉത്തരങ്ങളെല്ലാം തന്നെ കേരള PSC യുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ്. ഉത്തരങ്ങളിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ കേരള PSC അത് ഫൈനൽ ആൻസർ കീയിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.